കുറ്റകൃത്യങ്ങൾ അനുദിനം വർദ്ധിക്കുന്ന ഇക്കാലത്ത് പോലീസിലാണ് സാധാരണക്കാർ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നത്. എന്നാൽ ഈ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ സേനയിൽ എത്ര പേർക്ക് കഴിയുന്നുവെന്ന ചോദ്യം ഇന്ന് ഏറെ പ്രസക്തമാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 108 ഉദ്യോഗസ്ഥരെയാണ് കേരള പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ പേരിലായിരുന്നു ഇത്. പിരിച്ചുവിടൽ നടപടി നേരിടുന്നവരുടെ പട്ടികയിൽ എണ്ണം കൂടുകയാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കാക്കിയിട്ടവർക്ക് കളങ്കം വരുത്തിയ ഒരു പോലീസുകാരൻ പാലക്കാട് അറസ്റ്റിലായി. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കൊച്ചു പെൺകുട്ടികളെപ്പോലും വെറുതെ വിടാത്തവരാണോ നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം ഉറപ്പാക്കുന്നത്? കേരള പോലീസിനാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പാലക്കാട് നിന്നുള്ളത്. 16-കാരിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ പോലീസുകാരനെ പാലക്കാട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുശ്ശേരി കൊളക്കാട് സ്വദേശി അജീഷിനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. മലപ്പുറം അരീക്കോട് പോലീസ് ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറാണ് അജീഷ്. പാലക്കാട് സ്വദേശിയായ 16-കാരിയുടെ പരാതിയിലാണ് സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ അറസ്റ്റ് ചെയ്തത്. വീട്ടിലെത്തിയ പെൺകുട്ടിയോട് അജീഷ് ലൈംഗികാതിക്രമം കാണിച്ചെന്നാണ് പരാതി. മുട്ടിക്കുളങ്ങര ക്യാമ്പിലുണ്ടായിരുന്ന അജീഷ് മാസങ്ങൾക്ക് മുമ്പാണ് പ്രത്യേക ടീമിനൊപ്പം പരിശീലനത്തിനായി മലപ്പുറം അരീക്കോട് ക്യാമ്പിലേക്ക് പോയത്. കസബ പോലീസാണ് 28-കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അജീഷ് നേരത്തെ മറ്റൊരു പെൺകുട്ടിയോടും അപമര്യാദയായി പെരുമാറിയിരുന്നെങ്കിലും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. പോക്സോ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. പാലക്കാട് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വകുപ്പുതല നടപടികളും അജീഷിനെതിരെയുണ്ടാകും. ന്യൂസ് 18 പാലക്കാട്. സാഹചര്യ തെളിവുകളും ദൃക്സാക്ഷികളും ഡിജിറ്റൽ തെളിവുകളും എല്ലാം എതിരായാലും ഒരു കുറ്റവാളിക്ക് എങ്ങനെയാണ് നീതിപീഠത്തിന് മുമ്പിൽ കൂസലില്ലാതെ നിൽക്കാൻ കഴിയുക? അങ്ങനെയൊരു സംഭവത്തിനാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചത്. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപാണ് കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ കണ്ടുനിന്നവരെ അത്ഭുതപ്പെടുത്തിയത്. കുറ്റപത്രം വായിച്ചു കേട്ട സന്ദീപ് താനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് കോടതിയിൽ പറഞ്ഞത്. വന്ദന കൊലക്കേസിൽ സാക്ഷി വിസ്താരം സെപ്റ്റംബറിൽ തുടങ്ങാനിരിക്കെ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദ് നേരിട്ടാണ് പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. കൊലക്കുറ്റം കേസിലെ 2 മുതൽ 5 വരെയുള്ള സാക്ഷികളെ ദേഹോപദ്രവം ഏൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് വധശ്രമം, പോലീസ്, ഹോംഗാർഡ്, ആംബുലൻസ് ഡ്രൈവർ തുടങ്ങി സർക്കാർ ജീവനക്കാരായ സാക്ഷികളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ആശുപത്രി ജീവനക്കാരെ ആക്രമിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നിങ്ങനെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ പ്രതിക്കുമേൽ ചുമത്തിയായിരുന്നു കുറ്റപത്രം. കുറ്റങ്ങളെല്ലാം വായിച്ചു കേൾപ്പിച്ച ശേഷം സന്ദീപിനോട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഇല്ലെന്ന മറുപടിയാണ് പ്രതി നൽകിയത്. ഒരു കൂസലുമില്ലാതെയാണ് സന്ദീപ് കോടതിയിൽ നിന്നത്. പ്രതിയുടെ വിടുതൽ ഹർജി കോടതി നേരത്തെ തള്ളിയിരുന്നു. ഈ ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അതിനാൽ കുറ്റപത്രം വായിക്കുന്നത് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം ഹർജി ഫയൽ ചെയ്തിരുന്നു. എന്നാൽ കേസ് നടപടികൾ തുടരുന്നതിന് മേൽക്കോടതിയുടെ സ്റ്റേ ഇല്ലാത്തതിനാൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് മാറ്റിവെക്കരുതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ ആവശ്യപ്പെട്ടു. പ്രതിക്ക് വേണ്ടി BA ആളൂർ ഓൺലൈനായി ഹാജരായി. ന്യൂസ് 18 കൊട്ടാരക്കര. സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് കൂട്ടാനായി അതിസാഹസികത കാട്ടി
റീൽസ് ചിത്രീകരിക്കുന്നത് നിരവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇൻഫ്ലുവൻസറും ട്രാവൽ വ്ളോഗറുമായ ആൻവി കാംദാറിന് ദാരുണാന്ത്യമുണ്ടായതാണ് ഒടുവിലത്തെ സംഭവം. മഹാരാഷ്ട്രയിലെ റായ്ഗഡിലുള്ള കുംബെ വെള്ളച്ചാട്ടത്തിന് സമീപം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ആൻവി 300 അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. 6 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആൻവിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. I'm trying to. I bet you're thinking where to travel. ഏഴ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആൻവി കാംദാർ കുംബെ വെള്ളച്ചാട്ടത്തിൽ എത്തിയത്. റീൽസ് എടുക്കുന്നതിനിടെ ആൻവി കാൽ വഴുതി 300 അടി താഴ്ചയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു അപകടം. അപകട വിവരം അറിഞ്ഞുടൻ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി. കോസ്റ്റ് ഗാർഡിന്റെ സഹായവും തേടി. 6 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് ആൻവിയെ പുറത്തെടുത്തത്. ആൻവിയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആൻവിയുടെ മരണത്തോടെ മേഖലയിലേക്കുള്ള പ്രവേശനം ജില്ലാ ഭരണകൂടം നിയന്ത്രിച്ചു. ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്ന ആൻവി IT ടെക്നോളജി കൺസൾട്ടിംഗ് കമ്പനിയിലും ജോലി ചെയ്തിരുന്നു. മൺസൂൺ ടൂറിസത്തിന്റെ ഭാഗമായി എടുത്ത വ്ളോഗുകളും റീലുകളുമാണ് മുംബൈ സ്വദേശിനിയായ ആൻവിയെ കൂടുതൽ ശ്രദ്ധേയയാക്കിയത്. 2.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ആൻവി ട്രാവൽ ഡിറ്റക്റ്റീവ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. I'm trying to. I bet you're thinking where to travel. ന്യൂസ് 18 മുംബൈ. എറണാകുളം തൃപ്പൂണിത്തുറയിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദനം. ഹോൺ അടിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. എറണാകുളത്ത് നിന്ന് കട്ടപ്പനയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസിന്റെ ഡ്രൈവർ PA സുബൈറിനാണ് തൃപ്പൂണിത്തുറയിൽ വെച്ച് മർദ്ദനമേറ്റത്. രാവിലെ 7:30ഓടെയാണ് സംഭവം. ബസ് സ്റ്റോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാർ മാറ്റാൻ വേണ്ടി ബസ് ഡ്രൈവർ ഹോണടിച്ചു. പിന്നീട് ബസ് മുന്നോട്ടെടുത്തപ്പോൾ കാർ മുന്നിൽ കുറുകെയിട്ട ശേഷം മർദ്ദിച്ചുവെന്നാണ് പരാതി. കാർ ഡ്രൈവർ അസഭ്യം പറഞ്ഞുവെന്നും KSRTC ഡ്രൈവർ തലയോലപ്പറമ്പ് സ്വദേശി സുബൈർ പറയുന്നു. തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ ചികിത്സയിലാണ് സുബൈർ. ഒരുപാട് ചീത്ത വിളിച്ചു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും നമുക്ക് പ്രതികരിക്കാനുള്ള സമയം കിട്ടില്ല. അതിനു മുമ്പ് എല്ലാ സംഭവം കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെടുത്ത് ഞാൻ പോയി. ഇതാ ഉണ്ടായി. ഇപ്പോൾ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. സംഭവത്തിൽ പിറവം സ്വദേശിയായ കാർ ഡ്രൈവർ അഭിനവിനെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ സുബൈറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിക്കായി അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. എറണാകുളം KSRTC ഡിപ്പോയിലെ ഡ്രൈവറാണ് സുബൈർ. ന്യൂസ് 18 കൊച്ചി. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിൽ പ്രതി അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ. പ്രതിയുടെ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതിയാണ് സ്റ്റേ അനുവദിച്ചത്. പ്രതിയുടെ മനഃശാസ്ത്ര സർട്ടിഫിക്കറ്റും ജയിലിലെ സ്വഭാവ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ നടുക്കിയ പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസ് പ്രതി അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയാണ് ഈ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെച്ചതായിരുന്നു. അതിനെതിരെയാണ് അമറുൽ ഇസ്ലാം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അമറുൽ ഇസ്ലാമിന്റെ ഹർജിയിൽ പറയുന്നത് ഇതാണ്: അനുമാനങ്ങളിലൂടെയാണ് തന്നെ പ്രതിയായി പോലീസ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ അനുമാനങ്ങൾ നിയമവ്യവസ്ഥയിൽ പാടില്ല. അതുകൊണ്ട് കൂടാതെ ഇത് മാത്രമല്ല, താൻ പ്രതിയല്ലെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ തന്റെ കൈവശം ഉണ്ട് എന്നും
ഹർജിയിൽ അമറുൽ ഇസ്ലാം വാദിക്കുന്നു, ഹർജിയിൽ പറയുന്നു. അതിനുശേഷം അത് കേട്ട സുപ്രീം കോടതിയാണ് ഇപ്പോൾ വധശിക്ഷയിൽ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഈ അപ്പീലിൽ വിധി പറയുന്നത് വരെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അമറുൽ ഇസ്ലാമിൻ്റെ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശമുണ്ട്, മനഃശാസ്ത്ര പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട്. ജയിലിൽ അയാളുടെ നടത്തിപ്പ് അതെങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച റിപ്പോർട്ടും സുപ്രീം കോടതി തേടിയിട്ടുണ്ട്. പ്രധാനമായും എടുത്തു പറയുകയാണെങ്കിൽ വിയ്യൂർ ജയിൽ അധികൃതരും അതുപോലെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതരും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകണം. ശിക്ഷ ലഘൂകരിക്കാൻ തക്കതായ കാരണങ്ങൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണം എന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് BR ഗവായ് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റേ താൽക്കാലികമെങ്കിലും ഒരു വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇന്റർനെറ്റ് ഉപയോഗം വ്യാപകമായതോടെ സൈബർ തട്ടിപ്പുകളും വർദ്ധിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്നത് 35 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പുകളാണ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞും സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നു. സ്കൈപ്പ് വഴി വിർച്വൽ കസ്റ്റഡി എന്ന പേരിലും തട്ടിപ്പ് നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളിൽ ജാഗ്രതക്കുറവുകൊണ്ട് വിദ്യാസമ്പന്നരും അനുദിനം കുടുങ്ങുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ. ഒരു ദിവസം 10ഉം 12ഉം എന്ന കണക്കിൽ സൈബർ കേസുകൾ കൂടി വരുന്നു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം പല രീതികളിലായിട്ട് ആൾക്കാർക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫ്രോഡ് കേസസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ഷെയർ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ നിങ്ങളിലേക്ക് അത് പല രീതിയിലേക്ക് നമ്മൾ പല കേസുകളിലും കാണുന്നത്. ദീർഘനാളത്തെ സംഭാഷണങ്ങളിലൂടെ വിശ്വാസം നേടിയെടുത്താണ് തട്ടിപ്പ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞ് നടത്തിയ നിരവധി തട്ടിപ്പ് കേസുകളും റിപ്പോർട്ട് ചെയ്തു. സ്കൈപ്പ് അടക്കമുള്ളവ വഴി വിർച്വൽ കസ്റ്റഡി എന്ന പേരിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പല ഫേക്ക് ആപ്ലിക്കേഷൻസിലും അത് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അവരുടെ അക്കൗണ്ടിൽ തന്നെ റിഫ്ലക്ട് ആവുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഫർദറായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നഷ്ടപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രീതി, ഇന്ന് ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരുപക്ഷെ യൂട്യൂബിൽ ലൈക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ നടത്തിക്കൊണ്ട് ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നിങ്ങളെ ആദ്യം എംപ്ലോയ് ചെയ്യിക്കുകയും പിന്നീട് ഷെയർ കുറച്ച് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും വാഹനങ്ങളും മറ്റും വാങ്ങാനുണ്ടെന്ന വ്യാജേനയും ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവർ 1930 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും തിരുവനന്തപുരം DCP T നിതിൻ രാജ് പറഞ്ഞു. ഈ ഒരു നമ്പർ ഇത് ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1930 ഏതെങ്കിലും രീതിയിലേക്ക് സൈബർ ഫ്രോഡ് അല്ലെങ്കിൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ 1930 ഈ നമ്പറിൽ വിളിക്കുകയും നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ ഒഫൻസ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കേന്ദ്രീകൃത സംവിധാനത്തിൽ ഉടൻ തന്നെ പരാതിപ്പെടുന്നത് വഴി തട്ടിപ്പുകാരുടെ അക്കൗണ്ട് മരവിപ്പിക്കാനും പണം തിരിച്ചടയ്ക്കാനുമുള്ള സാധ്യത കൂടുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനെതിരെ ആരോപണവുമായി വധശ്രമക്കേസിലെ പ്രതി. മുൻ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന കേസിൽ പ്രതിയായ പ്രവാസി വ്യവസായി ചാവക്കാട് സ്വദേശി ജമീൽ മുഹമ്മദാണ് ആരോപണം ഉന്നയിച്ചത്. തൊടുപുഴ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുന്നതിനിടെയായിരുന്നു ജമീൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ദുബായിൽ ബിസിനസ് പങ്കാളിയായിരുന്ന ജമീലും ഏറ്റുമാനൂർ സ്വദേശി ഷെമി മുസ്തഫയും ചേർന്ന് ഇടുക്കി മാങ്കുളത്ത് റിസോർട്ട് നിർമ്മിച്ചിരുന്നു.
റിസോർട്ടിൽ ജമീൽ നടത്തിയ നിക്ഷേപം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മടക്കി ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് തന്നെ കള്ളക്കേസിൽ കുടുക്കി എന്നാണ് ജമീലിന്റെ ആരോപണം. തന്നെ കുടുക്കാൻ ഷെമി CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനുമായുള്ള ബന്ധം ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ജമീൽ ആരോപിക്കുന്നത്. മാങ്കുളത്തെ ഷെമിയുടെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് P ജയരാജനാണ്. ദുബായിൽ വെച്ച് ജയരാജനും ഷെമിയും കൂടിക്കാഴ്ച നടത്തിയെന്നും ജമീൽ പറയുന്നു. ഇവർ ഒരുമിച്ചുള്ള ചിത്രവും ജമീൽ പുറത്തുവിട്ടു. അദ്ദേഹം എൻ്റെ അടുത്ത് കണ്ണൂരുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങോരാണ് ഈ രാഷ്ട്രീയ നേതാവ് ജയരാജ് എന്ന് പറഞ്ഞു. P ജയരാജ് നവംബർ 6-7 തീയതികളിൽ ഇവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തിരുന്നു 2023. അവര് ബോർഡ് മീറ്റിംഗ് കൂടുന്നതിന്റെ പിക്ചേഴ്സും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് തെളിവായിട്ട് തരാനുള്ളത്. അത് ഞാൻ പോകുന്നതിന് ശേഷമാണ് എന്നെ ഉദ്ഘാടനം. എനിക്ക് ജനുവരിയിലെങ്ങാണ്ടായിരുന്നു, 2024 ജനുവരിയിലെങ്ങാണ്ടായിരുന്നു. അതിന്റെ പിക്ചേഴ്സിൽ ഞാൻ കാണുന്നത് ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ജമീൽ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ പ്രാദേശിക CPM നേതാവ് ഭീഷണിപ്പെടുത്തി. ഈ ഹോട്ടലിന്റെ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുന്നേ ഇടുക്കി ഏരിയ സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത്. ഒരു KV ശശി, മൂന്നാർ KV ശശി എന്നെ വിളിച്ചു. നാട്ടിൽ വരണം, ഹോട്ടലിന്റെ കാര്യം സംസാരിക്കാനാണ്. വന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറ്റി വരും, അവിടെ ധർണയിരിക്കുന്നു, അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞായിരുന്നു. ഷെമി മുസ്തഫയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 1-ാം പ്രതിയാണ് ജമീൽ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 16-ന് ഇടുക്കിയിലെ റിസോർട്ടിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോകും വഴി നേര്യമംഗലത്തിന് സമീപം കൊട്ടേഷൻ സംഘത്തിന്റെ കാർ വാഹനത്തിൽ ഇടിപ്പിച്ചെന്നാണ് കേസ്. സംഭവത്തിൽ കൊട്ടേഷൻ സംഘങ്ങളായ പാലക്കാട് മേപ്പറമ്പ് സ്വദേശികളായ അമീർ അബ്ബാസ്, ഫാസിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 തൊടുപുഴ. മലപ്പുറം താനൂരിൽ താമിർ ജിഫ്രി എന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത് ഏറെ വിവാദമുയർത്തിയ കേസാണ്. ലഹരിമരുന്നുമായി പിടിയിലായപ്പോഴായിരുന്നു താമിറിന്റെ മരണം. കേസിൽ CBI അറസ്റ്റ് ചെയ്ത 4 പോലീസുകാർ ഇപ്പോൾ റിമാൻഡിലാണ്. അന്ന് താമിർ ജിഫ്രിക്കൊപ്പം പിടിയിലായ കൂട്ടുപ്രതിയെ ലഹരിമരുന്നുമായി വീണ്ടും പിടികൂടി. തിരൂരങ്ങാടി സ്വദേശി ആബിദാണ് വയനാട് മുത്തങ്ങയിൽ എക്സൈസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 79 ഗ്രാം മെത്താഫിറ്റാമിൻ പിടിച്ചെടുത്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ GMന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആബിദ് പിടിയിലായത്. ഇയാളിൽ നിന്നും 79.482 ഗ്രാം മെത്താഫിറ്റാമിനും കണ്ടെടുത്തു. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ MDMA പിടികൂടിയത്. പ്രതിയെ തുടർ നടപടികൾക്കായി സുൽത്താൻ ബത്തേരി റേഞ്ച് ഓഫീസിന് കൈമാറി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായ ആബിദ് എന്നയാളുടെ പക്കൽ നിന്നും 79.482 ഗ്രാം മെത്താഫിറ്റാമിൻ പിടികൂടിയിട്ടാണ്. ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. ആയത് ലക്ഷങ്ങളുടെ വില വരുന്നതാണ്. മെത്താഫിറ്റാമിൻ ലക്ഷങ്ങളുടെ വില വരുന്നതാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 31-നാണ് 18.4 ഗ്രാം MDMA താമിർ ജിഫ്രിയും ആബിദുമടക്കം 5 പേരെ താനൂർ പോലീസ് പിടികൂടിയത്. ഓഗസ്റ്റ് 1-ന് പുലർച്ചെ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമിർ ജിഫ്രി കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു. ലഹരിമരുന്ന് വിഴുങ്ങിയ താമിർ ജിഫ്രിക്ക് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റെന്നും ഇത് മരണത്തിന് കാരണമായി എന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. താമിർ ജിഫ്രിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡി മരണക്കേസ് CBI ഏറ്റെടുത്തു. തുടർന്ന് 4 പോലീസുകാരെ CBI അറസ്റ്റ് ചെയ്തു. താമിർ ജിഫ്രി അടക്കം 5 പേരെ അന്ന് ലഹരിമരുന്ന് കേസിൽ പിടികൂടിയ 4 പോലീസുകാരും ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിനിടെയാണ് അന്ന് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആബിദ് വീണ്ടും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിരിക്കുന്നത്. അന്ന് 5 പേരിൽ നിന്ന് പിടിച്ചതിന്റെ 4 ഇരട്ടിയിലധികം ലഹരിമരുന്നാണ് ഇപ്പോൾ ആബിദിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. കൊച്ചി നഗരത്തിൽ പോലീസിനെ വരച്ച് ന്യൂജൻ കള്ളന്മാർ. ലാപ്ടോപ്പുകളാണ് ഈ മോഷ്ടാക്കൾക്ക് പ്രിയം. ബുധനാഴ്ച രാത്രി ഇൻഫോ പാർക്കിലെ IT സ്ഥാപനത്തിൽ നിന്ന് മാത്രം കവർന്നത് 9 ലാപ്ടോപ്പുകളാണ്.
സമീപകാലത്ത് സമാനമായ നിരവധി കേസുകൾ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോഷണത്തിന് പിന്നിൽ ഇതര സംസ്ഥാനക്കാരാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വ്യാപകമായതോടെ ന്യൂജൻ കള്ളന്മാർക്ക് ലാപ്ടോപ്പാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. കൊച്ചിയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മോഷണം പോയത് ഏതാണ്ട് 18ഓളം ലാപ്ടോപ്പുകളാണ്. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്കിലെ ഫേസ് 1 ഡിബിസ് AI സൊല്യൂഷൻസ് എന്ന പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും ആകെ മോഷണം പോയത് 9 ലാപ്ടോപ്പുകളാണ്. ഇൻഫോ പാർക്ക് പോലീസിന്റെ പരിധിയിൽ നിരവധി കേസുകളാണ് ലാപ്ടോപ്പ് മോഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പോലീസിന് ഇക്കാര്യത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയ ഒരു ലാപ്ടോപ്പും വീണ്ടെടുക്കാനുള്ള ഒരു സാധ്യതയും പോലീസിന്റെ മുന്നിലില്ല. അല്ലെങ്കിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിരവധിയായി ഈ മാസം ആദ്യമാണ് ഒരു മെൻസ് ഹോസ്റ്റലിലെ 2 മെൻസ് ഹോസ്റ്റലുകളിൽ നിന്നും 6 ലാപ്ടോപ്പുകൾ മോഷണം പോയത്. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും അതിൽ കണ്ടയാളെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിൽ കണ്ട ആളുടെ ദൃശ്യമനുസരിച്ച് ഇത് ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന അനുമാനത്തിലാണ് പോലീസെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിന്നും ലാപ്ടോപ്പ് മോഷ്ടിച്ച് അന്യസംസ്ഥാനങ്ങളിലേക്ക് കടത്തി അവിടെ വിപണിയിൽ വിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്. നമുക്കറിയാം, അന്യസംസ്ഥാനങ്ങളിൽ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പുകൾ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താവാം ഒരു പക്ഷേ പോലീസ് ഇങ്ങനത്തെ ഒരു നിഗമനം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിരുന്നാലും നിരവധി പരാതികളുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലും ലാപ്ടോപ്പ് എവിടെയെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ സൈബർ പോലീസിന്റെ മുന്നിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ മൊബൈൽ ഫോൺ മോഷണങ്ങളായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അതൊക്കെ IMEI നമ്പർ വന്നപ്പോൾ അതിൻ്റെ സാധ്യതകൾ, അതായത് ഒരു മൊബൈൽ ഫോൺ മോഷണം പോയാൽ അത് മറ്റൊരു സിം ഇടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സിം അതിൽ ആക്ടിവേറ്റ് ആകുമ്പോൾ അത് കണ്ടെത്താനുള്ള സാഹചര്യം ഏറെയായിരുന്നു. പക്ഷേ ലാപ്ടോപ്പിന് ആ ഒരു സാഹചര്യമില്ല. ഇതിപ്പോൾ ആരുടെ ലാപ്ടോപ്പ് ആയാലും അതിൽ പേഴ്സണൽ ഡാറ്റ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട്, ഒരു ഉപകരണമായതുകൊണ്ട് തന്നെ ഒരാളുടെ കയ്യിൽ നിന്നും, അത് എൻ്റെതായാലും മറ്റുള്ളവരുടേതായാലും, ഒരു ലാപ്ടോപ്പ് മിസ്സാകുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെയേറെയാണ്. അത് ലാപ്ടോപ്പിൻ്റെ വിലയേക്കാൾ വലുതാണ്. കാരണം ഒരാൾ കൈവയ്ക്കുന്ന ലാപ്ടോപ്പിൽ അയാളുടെ സൂക്ഷിക്കേണ്ടുന്ന ഒരുപാട് ഡിജിറ്റൽ രേഖകളുടെ കോപ്പികളോ അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകളുടെ ഒറിജിനൽ അതിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം, ലാപ്ടോപ്പ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അത് നഷ്ടപ്പെട്ടവനെ സംബന്ധിച്ചിട്ട് വലിയ ക്രൈസിസാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും പോലീസിന് ഇക്കാര്യത്തിൽ പോലീസ് നിഷ്ക്രിയരാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അത് എങ്ങനെ കണ്ടെത്തും എന്നൊരു സാഹചര്യം പോലീസിന്റെ മുന്നിൽ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. പത്തനംതിട്ട തിരുവല്ല പടപ്പാട് ശ്രീദേവി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലും ഓഫീസ് മുറിയും അടക്കം കുത്തിത്തുറന്ന മോഷ്ടാക്കൾ 5 ലക്ഷത്തിലധികം രൂപയുടെ സാധന സാമഗ്രികൾ കവർന്നു. പുലർച്ചെ മേൽശാന്തി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. മേൽശാന്തി ക്ഷേത്രം പുലർച്ചെ തുറക്കാനെത്തിയപ്പോൾ ശ്രീകോവിലും ഓഫീസ് മുറികളും കുത്തിത്തുറന്ന നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 5 ലക്ഷത്തിലധികം രൂപയുടെ സാധന സാമഗ്രികൾ മോഷണം പോയതായി കണ്ടെത്തിയത്. നിരവധി തവണ ഇവിടെ കള്ളൻ കയറിയിട്ടുള്ളതാണ്. പലപ്പോഴും ഈ ആണ്ടിൽ തന്നെ ഇത് 2ാമത്തെ മോഷണമാണ്. ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ കള്ളൻ കയറുകയും സ്ഥിരം എന്ന വണ്ണം ഇവിടെ കള്ളൻ കയറി മോഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. $50 കിലോയോളം തൂക്കം വരുന്ന ഓട്ടുവിളക്കുകളടക്കം ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടാക്കൾ കടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ മോഷണത്തിന്റെ പിന്നിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. മോഷ്ടിച്ച ഉരുപ്പടികൾ കൊണ്ടുപോകാൻ പെട്ടി ഓട്ടോറിക്ഷ പോലുള്ള വാഹനം പ്രതികൾ ഉപയോഗിച്ചതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമെന്ന് തിരുവല്ല CI BK സുനിൽകൃഷ്ണൻ പറഞ്ഞു.
ന്യൂസ് 18 പത്തനംതിട്ട. മലപ്പുറം കുറ്റിപ്പുറത്തെ മൊബൈൽ ഷോപ്പിൽ പട്ടാപ്പകൽ മോഷണം നടത്തിയ സ്ത്രീയെ തെരഞ്ഞ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് ഫോൺ വാങ്ങാനെന്ന വ്യാജേന ഇവർ കുഞ്ഞുമായെത്തി വിലപിടിപ്പുള്ള ഫോൺ മോഷ്ടിച്ചത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കഴിഞ്ഞ ദിവസമാണ് കുറ്റിപ്പുറത്തെ ഒരു മൊബൈൽ ഷോപ്പിൽ മൊബൈൽ ഫോൺ വാങ്ങാനെന്ന വ്യാജേന യുവതി എത്തുന്നത്. കുട്ടിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ കാണിക്കാൻ യുവതി ആവശ്യപ്പെട്ടു. സെയിൽസ്മാൻ ഫോണുകൾ നിരത്തിവെച്ചു. എന്നാൽ അതിൽ നിന്നും വിവോയുടെ മൊബൈൽ ഫോൺ സെയിൽസ്മാന് കണ്ടുപിടിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ മോഷ്ടിക്കുകയായിരുന്നു. സ്ത്രീയുടെ ബാഗിലേക്ക് ഫോൺ വെക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ വൻ കുഴൽപ്പണ വേട്ട. 4 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി പൂക്കിപ്പറമ്പ് സ്വദേശി അലി അക്ബറാണ് കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. സ്കൂട്ടറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുകയായിരുന്നു പണം. കൽപ്പകഞ്ചേരിയിൽ 4 ലക്ഷത്തിലേറെ രൂപയുടെ കുഴൽപ്പണവുമായി യുവാവ് പിടിയിലായി. പൂക്കിപ്പറമ്പ് സ്വദേശി ചിരങ്ങൻ വീട്ടിൽ അലി അക്ബറാണ് കോട്ടയ്ക്കലിലെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പണവുമായി പിടിയിലാകുന്നത്. സ്കൂട്ടറിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു പണം. കൽപ്പകഞ്ചേരി CI K സലീമിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പാലയിൽ വെച്ച് നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിലാണ് അലി പിടിയിലാകുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ 500 രൂപയുടെ നോട്ടുകളായി 4,72,000 രൂപയാണ് ഉണ്ടായിരുന്നത്. കോട്ടയ്ക്കലിലെ ജ്വല്ലറിയിൽ ഏൽപ്പിക്കാൻ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ നൽകിയതാണ് പണമെന്ന് അലി അക്ബർ മൊഴി നൽകി. തിരൂർ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. തട്ടിപ്പുകൾ പലവിധമാണ്. വാഹനങ്ങളുടെ വ്യാജ ഇൻഷുറൻസ് തയ്യാറാക്കി നൽകി തട്ടിപ്പ് നടത്തിയിരുന്ന യുവാവിനെ മലപ്പുറം കാളികാവ് പോലീസ് പിടികൂടി. അഞ്ചച്ചവടി മൂച്ചിക്കൽ സ്വദേശി അൽത്താഫാണ് പിടിയിലായത്. പുകപരിശോധന നടത്തുന്നതിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. വലിയ വാഹനങ്ങൾക്ക് ഇൻഷുറൻസിനായി പണം വാങ്ങിയ ശേഷം ചെറിയ വാഹനങ്ങൾക്ക് പണമടച്ചതിന്റെ സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ വരുത്തി നൽകിയാണ് ഇയാൾ ചെയ്തിരുന്നത്. നിരവധി പേർ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടതായി പോലീസ് പറഞ്ഞു. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. അതീവ ജാഗ്രത